ബിഗ് ബോസ് മലയാളം സീസൺ 7. അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു 3-4 വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓഡിഷൻ കോൾ പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ളത് ആർക്കൊക്കെ? ഒന്ന് നമ്മുടെ സീരിയൽ താരങ്ങൾക്കായിരിക്കും. ഏഷ്യാനെറ്റിൽ മുൻപും അതുപോലെ തന്നെ ഇപ്പൊ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലുകളിൽ അഭിനയിക്കുന്ന വ്യക്തികൾക്ക് ഒരുപാടധികം സാധ്യതകളുണ്ട് ഈ പറയുന്ന ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോകാനായിട്ട്. അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള അഭിനേതാക്കളും അതുപോലെ തന്നെ അഭിനേത്രികൾക്കും ഈ പറയുന്ന ഓഡിഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അതിപ്പോൾ സിനിമയിലായി കഴിഞ്ഞാലും സീരിയലിലായാലും ഏറ്റവും അവസാനമായിരിക്കും ഈ പറയുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനും അതുപോലെ തന്നെ ആ സമയത്ത് നല്ല വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോകുന്നതും അവർ മറ്റേ വീഡിയോ കോളിന്റെ രൂപത്തിലുള്ള ഇന്റർവ്യൂവും അതുപോലെ തന്നെ നേരിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് ഏറ്റവും അവസാനമായിരിക്കും. ആദ്യം തന്നെ ഈ പറയുന്ന സീരിയൽ സിനിമാ താരങ്ങളെയൊക്കെ വിളിച്ച് അവരുടെയൊക്കെ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് ബിഗ് ബോസ് സാധാരണ ചെയ്യാറുള്ളത്. എന്നിട്ട് ബിഗ് ബോസിലേക്കുള്ള നേരിട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ജനുവരി മാസങ്ങളിലായിരിക്കും. ജനുവരി അവസാനത്തോടുകൂടി തന്നെ ബിഗ് ബോസിന്റെ തീം എന്താണെന്നും ഹോസ്റ്റ് ആരാണെന്നും എത്ര കണ്ടസ്റ്റൻസ് ആണ് ഈ പ്രാവശ്യം പങ്കെടുക്കുന്നതെന്നും അതുപോലെ തന്നെ കോമണേഴ്സ് ഉണ്ടോ, LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള വ്യക്തികൾ ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നത് ജനുവരി മാസം അവസാനമായിരിക്കും. അതിനുശേഷം ഫെബ്രുവരി ആദ്യ വാരത്തോടുകൂടി തന്നെ ഈ പറയുന്ന ലോഗോസും അതുപോലെ തന്നെ ഫെബ്രുവരി അവസാനത്തോടുകൂടി ഈ പറയുന്ന പ്രൊമോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. മാർച്ച് മാസം ഫസ്റ്റ് വീക്കാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഗ്രാൻഡ് ലോഞ്ച് ചെയ്ത് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും കൂടുതൽ വരാനായിട്ട് പങ്കെടുക്കാനായിട്ട് സാധ്യതയുള്ള കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു 3-4 വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പറയുന്നവരെല്ലാവരും വരുമോ, നിങ്ങൾ എന്താണ് ഈ പറയുന്ന സീരിയൽ താരങ്ങളുടെ പേരൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ സിനിമാ താരങ്ങളുടെ പേരൊക്കെ പറയുന്നത്, ഇവരൊക്കെ ഓഡിഷൻ കോൾ പോകുമോ, ഇവരൊക്കെ ബിഗ് ബോസിൽ പങ്കെടുക്കുമെന്നാണോ പറയുന്നത്, എന്ത് കള്ളമാണ് ഈ പറയുന്നത്, അങ്ങനെയുള്ള രീതിയിൽ ഒരുപാട് പേര് നമ്മളോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ വീഡിയോസിൽ എല്ലാത്തിലും ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ കാണാത്തവരായിരിക്കും ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നൊരു കാര്യമാണ്, പ്രഡിക്ഷൻ ലിസ്റ്റ് പോലുമല്ല നമ്മളിപ്പോൾ പങ്കുവച്ചിരുന്നത്. പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരാനായിട്ട് സാധ്യതയുള്ള വ്യക്തികൾ, അതായത് സീരിയലിൽ നിന്നായാലും ഈ പറയുന്ന സിനിമകളിൽ നിന്നായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ഇവരിൽ നിന്നൊക്കെ ഓഡിഷൻ കോൾ പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വ്യക്തികളുടെ പേരുകളാണ് നമ്മൾ ആ ഒരു വീഡിയോന്റെ രൂപത്തിൽ ചെയ്തത്. അത് കൃത്യമായിട്ടുള്ള ഒരു അടിസ്ഥാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ ആ ഒരു വീഡിയോസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് മുന്നുള്ള പ്രീവിയസ് സീസണുകളിൽ, അതായത് സീസൺ 6ഉം 5ഉം 4ഉം ഇതൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഓഡിഷൻ കോൾ പോയതും ബിഗ് ബോസിന്റെ ഇന്റർവ്യൂസ് നേരിട്ട് അറ്റൻഡ് ചെയ്ത പ്രയോറിറ്റി ലിസ്റ്റിലുള്ള വ്യക്തികളെയാണ് നമ്മൾ ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് തന്നെ ആയിരിക്കും സീസൺ 7 തുടങ്ങുമ്പോഴും ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. പിന്നീട് ഈ പറയുന്ന ഇയറിൽ നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് നല്ല കോണ്ടന്റുകൾ ഉണ്ടാക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു സീസണിലേക്ക് ഓഡിഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇത് നമ്മൾ കണ്ടുപിടിച്ച പേരും നമ്മൾ കണ്ടുപിടിച്ച ആക്ടേഴ്സും അങ്ങനെയൊന്നുമല്ല. എല്ലാവരും നമ്മുടെ സീരിയലിലും സിനിമയിലൊക്കെ സജീവമായിട്ട് അഭിനയിച്ചു വരുന്ന വ്യക്തികളാണ്. ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങുന്ന സമയത്ത് ഓഡിഷൻ കോൾ പോകാനായിട്ട്. ജസ്റ്റ് ഇവരെയൊക്കെ വിളിച്ച് ചോദിക്കുകയും അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു വീഡിയോ കോളിന്റെ രൂപത്തിൽ ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്യുകയും അതിനുശേഷമാണ് നേരിട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്റർവ്യൂ പാനലിൽ ഒരു 5-6 പേരൊക്കെ അടങ്ങുന്ന ഒരു വലിയൊരു ഇന്റർവ്യൂ പാനലാണ് വരുന്നത്. അതിനകത്ത് ഏഷ്യാനെറ്റിന്റെയും എൻഡമോളിന്റെയും ഹോട്ട്സ്റ്റാറിന്റെയും എല്ലാവരുടെയും അംഗങ്ങൾ ഉണ്ടാവും. അവർ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. എന്നിട്ട് ഇവർക്ക് മെന്റൽ ഫിസിക്കൽ ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഇവർ ബിഗ് ബോസിൽ ഒരു 100 ഡേയ്സ് നിൽക്കാനായിട്ട് പ്രാപ്തിയുള്ളവരാണോ എന്നറിയാനായിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ഇവരെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടുന്നത്. അത്രയും വലിയൊരു പ്രൊസീജിയറാണിത്. പിന്നീട് 12,000-ഓളം പേര് വിളിച്ചിട്ടാണ് ഈ പറയുന്ന 20 പേരെ സെലക്ട് ചെയ്യുന്നത്. ഏകദേശം 1500-ന് മുകളിൽ വ്യക്തികളെ എന്തായാലും ബിഗ് ബോസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകും. അതിൽ നിന്നാണ് ഈ പറയുന്ന 20 പേരെ മൈന്യൂട്ട് ആയിട്ട് സെലക്ട് ചെയ്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് വിടുന്നത്. അപ്പൊ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയറാണ് ബിഗ് ബോസിന് ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും കടുകട്ടിയായിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയറിലൂടെ ആയിരിക്കണം ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും സെലക്ട് ചെയ്തിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു സെലക്ഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കണ്ടസ്റ്റൻസിന്റെ പേരാണ് നമ്മൾ പിക്ക് ചെയ്ത്
വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ സീരിയൽ താരങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓഡീഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യതയുള്ള കണ്ടസ്റ്റൻസിന്റെ പേരും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ആർക്കൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഈ ഒരു സീസൺ 7-ൽ, അതൊക്കെ നമ്മളൊരു വീഡിയോന്റെ രൂപത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കയറി കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോയിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കേട്ടിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക. ഇതൊരിക്കലും പ്രഡിക്ഷൻ ലിസ്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസിൽ നിന്ന് തീർച്ചയായിട്ടും ഓഡീഷൻ കോൾ പോകും, ഇവരെല്ലാവരും ഉണ്ടാകും എന്നുള്ളൊരു ലിസ്റ്റോ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള കുറച്ചധികം വ്യക്തികളുടെ പേരുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ പറയുന്ന ജനുവരി മാസങ്ങൾ അവസാനത്തോടു കൂടി ആയിരിക്കും കണ്ടസ്റ്റൻസിനെ ഉറപ്പിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ പേയ്മെന്റും അവരുടെ ആ ഒരു പേയ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതും എന്ന് വെച്ചാൽ ആഴ്ചയിലാണ് ഇവർക്ക് സാലറി വരുന്നത്. ആ ഒരു കൃത്യമായിട്ടൊരു പേയ്മെന്റ് ഒക്കെ അവരുടേതായിട്ടുള്ള താല്പര്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ അവർ പുറത്ത് ചെയ്യുന്ന ജോലികൾ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അഭിനയിക്കുന്ന സീരിയലിൽ നിന്നായാലും സിനിമയിൽ നിന്നായാലും സോഷ്യൽ മീഡിയയിൽ നിന്നായാലും അവരൊരാഴ്ച പുറത്താണ് നിൽക്കുന്നതെങ്കിൽ എത്ര രൂപയായിരിക്കും സമ്പാദിക്കാൻ പോകുന്നത്, ആ സമ്പാദ്യത്തിന്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും ഈ പറയുന്ന ബിഗ് ബോസിൽ അവർക്ക് പേയ്മെന്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഉറപ്പിച്ച് സൈൻ ചെയ്ത് ബിഗ് ബോസിലേക്ക് കൺഫർമേഷൻ കിട്ടുന്നത് ഈ പറയുന്ന ജനുവരി മാസം അവസാനത്തോടു കൂടി തന്നെ ആയിരിക്കും. അതൊക്കെ അത്രയും ഡിഫിക്കൽട്ടായിട്ട് അല്ലെങ്കിൽ അത്രയും സീക്രട്ട് ആയിട്ട് വെക്കുന്ന ഒരു സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ആണ്. കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെ ആവണം. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഓഡീഷൻ കോളൊക്കെ പോകുന്ന ഒരു സമയമാണ്. ഈ പറയുന്ന സീരിയൽ സിനിമ താരങ്ങളെയൊക്കെ വിളിച്ചിട്ട് അവരുടെ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സമയമാണ് ഈ പറയുന്ന ഈ മാസങ്ങൾ. ജനുവരി മാസത്തോടനുബന്ധിച്ചിട്ടായിരിക്കും പ്രൊമോയും ലോഗോയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ച് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്രയും പേരൊക്കെ വരുമോ, ഇതൊക്കെ എന്തോ പ്രഡിക്ഷൻ ലിസ്റ്റ് ആണെന്നുള്ള കേസ്. എല്ലാവരും പറയുന്നത് കേൾക്കാതെയാണ് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള പലർക്കും ഓഡീഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, പോയിട്ടുമുണ്ട്. നമ്മളിട്ട പല വ്യക്തികൾക്കും അല്ലെങ്കിൽ പല സെലിബ്രിറ്റി താരങ്ങൾക്കും ഇതിനോടനുബന്ധിച്ച് തന്നെ ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. പിന്നീട് ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതൊക്കെ ഇവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും. പിന്നീട് ഇവരോട് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ, ഒരു ഇന്റർവ്യൂ ഒക്കെ പങ്കെടുക്കുമ്പോൾ ബിഗ് ബോസിലേക്ക് ഓഡീഷൻ കോൾ കിട്ടിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നൊക്കെ പറയും. കാരണം അത് ബിഗ് ബോസിന്റെ സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ഈ പറയുന്ന എല്ലാവരും ബിഗ് ബോസിൽ ഈ ഒരു സീസണിൽ പങ്കെടുക്കും എന്നല്ല പറയുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഓഡിഷൻ കോൾ പോകും. ബിഗ് ബോസ് ഇവരെല്ലാവരെയും അപ്രോച്ച് ചെയ്യും. ബിഗ് ബോസിനെ അപ്രോച്ച് ചെയ്ത് പോകുന്നവരുമുണ്ട്, ഒരു ഫെയിമിന് വേണ്ടി അല്ലെങ്കിൽ എന്നെ ഒരു 4 പേര് അറിയണം എന്നുള്ളൊരു രീതിയിൽ ബിഗ് ബോസിനെ അപ്രോച്ച് ചെയ്ത് അങ്ങോട്ട് ചോദിച്ചു പോകുന്നവരുമുണ്ട്. സാധാരണക്കാർ മാത്രമല്ല, വലിയ വലിയ ആക്ടേഴ്സ് ആയാലും ഒരു പേരിന് വേണ്ടിയിട്ട് ബിഗ് ബോസിനെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. അതിനുള്ളൊരു ഉദാഹരണമാണ് നമ്മുടെ സീസൺ 5 പങ്കെടുത്ത ഷിജു ചേട്ടൻ. പുള്ളിക്കാരൻ നമ്മുടെ അഖിൽ മാരാർ വിജയിച്ച സീസൺ 5 പങ്കെടുത്തൊരു വ്യക്തിയായിരുന്നു. അത്യാവശ്യം ഫെമിലിയർ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആക്ടറാണ് പുള്ളിക്കാരൻ, ഒരു സീനിയർ ആക്ടറാണ്. എന്നിട്ടും പുള്ളിക്കാരൻ ബിഗ് ബോസിനെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടാണ് ആ ഒരു ഷോയിൽ പങ്കെടുത്തിരുന്നത്. എന്ന് വെച്ചാൽ പുള്ളിയുടെ പേരും അതുപോലെ തന്നെ പുള്ളിനെ ഒരു 4 പേര് അറിയണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി പുള്ളിയുടെ ഭാര്യയാണ് അതിലേക്ക് അപ്ലൈ ചെയ്തത്. പിന്നീട് പുള്ളി ആ ഒരു സീസണിൽ പങ്കെടുക്കുകയായിരുന്നു, ടോപ്പ് 5 എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വ്യക്തികൾ ബിഗ് ബോസിനെ അപ്രോച്ച് ചെയ്ത് അങ്ങോട്ട് ചോദിച്ചിട്ട് പോവാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ലിസ്റ്റിലുള്ള എല്ലാവരും ബിഗ് ബോസിൽ പങ്കെടുക്കുമെന്നല്ല പറയുന്നത്. ഇത് പിന്നെ വീണ്ടും എടുത്തെടുത്ത് പറയാണ്, അല്ലെങ്കിൽ വീണ്ടും ചോദ്യങ്ങളാകും, ഉത്തരങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന പലർക്കും ഓഡിഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും കയറി കാണാൻ ശ്രമിക്കുക. ഈ ഒരു സീസൺ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലാലേട്ടൻ തന്നെയാണെന്നാണ് ഇപ്പോഴും അറിയാൻ പറ്റുന്നത്. ഒരുപാട് പേര് അതും ചോദിക്കുന്നുണ്ടായിരുന്നു, ലാലേട്ടൻ മാറി പുതിയൊരു ഹോസ്റ്റിലേക്ക് മാറി ചിന്തിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുകൊണ്ട് ഒരുപാടധികം വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. ലാലേട്ടൻ അല്ല ഈ ഒരു സീസൺ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത്തരത്തിലൊന്നുമില്ല, ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 6 വർഷത്തെ എഗ്രിമെന്റിന് ശേഷം 7ാമതൊരു സീസൺ ലാലേട്ടൻ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ആദ്യം അങ്ങനെ ഉള്ള കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ ആദ്യം കേട്ടിരുന്നു. പിന്നീട് എഗ്രിമെന്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ലാലേട്ടൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. എഗ്രിമെന്റ് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല, പക്ഷേ ലാലേട്ടൻ തന്നെ ആയിരിക്കും സീസൺ 7 ഹോസ്റ്റ് ചെയ്യുന്നത് എന്നൊരു ന്യൂസാണ് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നത്. എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. അതും ഈ പറയുന്ന ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ ആയിരിക്കും നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. ലാലേട്ടൻ സൈൻ ചെയ്തില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ പുതിയൊരു ഹോസ്റ്റിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലാലേട്ടൻ പോയി കഴിഞ്ഞാൽ ലാലേട്ടൻ ചെയ്ത് വെക്കുന്നത് പോലെ ഈ ഒരു സീസൺ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന വ്യക്തികളെ കണ്ടുപിടിച്ചാലേ നമ്മുടെ ഈ പറയുന്ന സീസൺ 7 വിജയകരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് ബിഗ് ബോസിന് സാധിക്കുള്ളൂ. അത്തരത്തിലുള്ള പല വ്യക്തികളും നമ്മുടെ മൂവി ഇൻഡസ്ട്രിയിൽ ഉണ്ട്. മറ്റാരുമല്ല, നമ്മുടെ പൃഥ്വിരാജിനെ അപ്രോച്ച് ചെയ്തതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇന്ദ്രജിത്ത്, ജയറാം ഏട്ടൻ, ഫഹദ് ഫാസിൽ, ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശം അടിപൊളിയായിട്ട് ലാലേട്ടൻ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു.
എന്നൊക്കെയാണെങ്കിലും ലാലേട്ടൻ ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ചേലാണ്. ലാലേട്ടനെ കാണാനായിട്ട് വീക്കെൻഡ് എപ്പിസോഡുകൾ മാത്രം കാണുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് സങ്കടം ഉണ്ടാകുമെങ്കിലും സീസൺ വിജയിക്കണമെങ്കിൽ ലാലേട്ടൻ ചെയ്ത് വെക്കുന്നത് പോലെ ചെയ്യാനായിട്ട് പറ്റിയ വ്യക്തികളെ കൊണ്ടുവരേണ്ടി വരും. അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പൃഥ്വിരാജാണ്. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പൃഥ്വി വരികയാണെങ്കിൽ ലാലേട്ടൻ ചെയ്തതുപോലെ പുള്ളിക്കാരൻ അത് ചെയ്ത് വെക്കാനായിട്ട് പറ്റും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്